ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മൈ അൺകാനി ഡെസ്റ്റിനിയുടെ എപ്പിസോഡ് 20 റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ കാണുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെന്താ പറയുക, ഹീറോയിനെ പിടിച്ച് കെട്ടാൻ പറഞ്ഞിട്ട് ജനറൽ വന്ന് അവൻ്റെ സോൾജേഴ്സിനെല്ലാം വിളിക്കുകയാണ്. എന്നിട്ട് ജനറൽ പറയുകയാണ്, എന്താണ് ജനറൽ അസിസ്റ്റൻ്റ് അടുത്ത് പറയുകയാണ് അവളെ ചെന്ന് പിടിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. ആ ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനറലിൻ്റെ അസിസ്റ്റൻ്റ് വന്ന് നേരെ കത്തി ആക്കുവാണ്, നമ്മുടെ ജനറലിൻ്റെ കഴുത്തിനെ കത്തി പിടിക്കുകയാണ്. അപ്പോൾ ജനറൽ അവൻ്റെ വാൾ ഊരാൻ നിൽക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചേട്ടനും വന്നിട്ട് കത്തിയെടുത്ത് കഴുത്തി വയ്ക്കുമ്പോൾ നമ്മുടെ ജനറൽ ആകെ ലോക്കായ പോലെ. പിന്നെയാണ് നമുക്ക് കാണിക്കുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മുടെ ജനറലിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ ചെവി വന്ന് കട്ട് ചെയ്ത് കാണില്ല. അന്ന് രാത്രി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ അവിടെ ചെന്നിട്ട് ഇവൻ്റെ അടുത്ത് ഒരു ഡീലിങ് സംസാരിക്കുക. വേറെ ഒന്നുമല്ല, എന്തുമായാലും ഇവള് പറയുവാണ്, നമ്മുടെ ഹീറോയിൻ പറയുവാണ്, എന്തുമായാലും നീ നമ്മുടെ ഹീറോൻ്റെ പെങ്ങൾ മീൻസ് ശ്വാൻയു രാജാവിൻ്റെ പെങ്ങളുമായിട്ട് നീ തെറ്റായിട്ട് നടന്നില്ലേ. അപ്പോൾ അയാൾക്ക് ഇച്ചിരി വാശി കൂടുതൽ, അതുകൊണ്ട് അയാൾ പറഞ്ഞ് നിന്നെ തന്നെ മരുമോനായിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പറയും, എന്തുമായാലും അവളുടെ മാനം പോയില്ല, ഇനിയിപ്പോൾ അവളെ ആരും കല്യാണം കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ ആ മാനം, കുടുംബത്തിൻ്റെ മാനം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മീൻസ് അവരുടെ ഒരു മാനം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ മരുമോനാക്കുന്നതെന്ന് പറയും. മാത്രമല്ല, നീ ഇപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് മാത്രമല്ലേ, നീ ഒരു ഈ ജനറലിൻ്റെ സ്ഥാനത്തെങ്കിലും നീ എത്തിയെങ്കിലല്ലേ അവർക്ക് നിന്നെ എന്താ പറയുന്നത് മരുമോനാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ സൈഡിലേക്ക്, നമ്മുടെ ഹീറോയിൻ്റെ സൈഡിലേക്ക് ഹീറോയിൻ പറഞ്ഞ് സംസാരിച്ച് മയക്കെടുക്കുകയാണ്. അപ്പോൾ അത് ജനറലി ഇവൻ്റെ അടുത്ത് എന്താ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവനെ തല ഇറങ്ങുകയാണ്. അപ്പോഴാണ് ഇവൻ പറയുന്നത്, ജനറൽ അസിസ്റ്റൻറ്റ് പറയുന്നത്, ഞാൻ രാവിലെ തന്നെ നിങ്ങൾ കുടിച്ച ചായയിൽ ഇച്ചിരി ഉറക്കമരുന്ന് കലർത്തിയായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇനി ഇച്ചിരി നേരം ഉറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജനറലിനെ എല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നമ്മുടെ ജനറൽ അസിസ്റ്റൻറ്റിനെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുക. അപ്പോൾ ജനറൽ അസിസ്റ്റൻറ്റ് പറയാം, ഓക്കെ അപ്പോൾ നിങ്ങൾ പറഞ്ഞ പ്രോമിസ് ഒന്ന് എനിക്ക് നിറവേറ്റി തരാം. അപ്പോൾ ഹീറോയിൻ അടുത്തോണ്ട് ചോദിക്കാം, ഞാൻ എന്ത് പ്രോമിസ് ചെയ്തെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. അപ്പോൾ ജനറൽ അസിസ്റ്റൻറ്റ് പറയാം, നിങ്ങളല്ലേ പറഞ്ഞ് എന്നെ ഇവിടെ ജനറലാക്കാമെന്ന് മാത്രമല്ല എന്നെ ശ്വാനു രാജ്യത്തിലെ മരുമോനാക്കാമെന്നൊക്കെ നിങ്ങളല്ലേ വാക്ക് തന്നെയെന്ന് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ഹീറോയിൻ ചോദിക്കുക, നീയും ശ്വാനു രാജ്യത്തിലെ ആളുകളായി കൂട്ടി ചേർന്നിട്ട് ഇവിടേക്ക് ചതി ചെയ്യുമല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അസിസ്റ്റൻറ്റിനെയും പിടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് പറയാം. എന്നിട്ട് പറയുവാണ്, എന്താണ് നീ എനിക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്തുകൊണ്ട് മാത്രം നിനക്ക് ജീവന് ഞാൻ ഭിക്ഷ തരാം, ഇല്ലായിരുന്നെങ്കിൽ നിന്നെ കൊന്നു കളഞ്ഞാനെന്നും പറഞ്ഞിട്ട് അസിസ്റ്റൻറ്റിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകണം. അത് കഴിഞ്ഞ് നമ്മൾ ഹീറോയിനും കൂടി സംസാരിക്കണം. അപ്പോൾ ഹീറോ ഇതെല്ലാം പിന്നെ അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഹീറോ പറയുവാണ്, എന്തൊരു റിസ്ക് ഉള്ള കാര്യമാണ് നീ ചെയ്തതെന്ന് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ ഹീറോയിൻ പറയാം, അതൊന്നും കുഴപ്പമില്ല, ഞാനെല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്തതുകൊണ്ട് പ്രശ്നമൊന്നും വന്നില്ലല്ലോ, നമ്മൾ ജയിച്ചില്ലേ എന്ന് പറയാം. അപ്പോൾ ഹീറോ പറയുവാണ്, നിനക്ക് ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തില്ലേ, നീ എന്നാലും മിടുക്കിയാണല്ലേ, ഇത്രയും കാര്യങ്ങൾ നീ പ്ലാൻ ചെയ്ത് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ നല്ല എൻജോയ് ചെയ്ത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് നമ്മളെ അസിസ്റ്റൻറ്റിനെ കൊണ്ടുപോയിട്ട് ഇവർ തടവറ വെച്ചേക്കൂലേ, അവിടേക്ക് ആര് പോവാണ്, നമ്മുടെ ഹീറോൻ്റെ പെങ്ങൾ പോകുക. കാരണം അവളുടെ അടുത്ത് തെറ്റായിട്ട് പെരുമാറാൻ ശ്രമിച്ചില്ലായിരുന്നോ ഇവൻ, ജനറൽ അസിസ്റ്റൻറ്റ്. അപ്പോൾ എന്നിട്ട് പോയിട്ട് കുറേ വാളും കത്തിയൊക്കെ നിരത്തി വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് ഇവനെ ടോർച്ചർ ചെയ്യാൻ പോകുന്നൊരു സീൻ കാണിക്കുക. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ ഹീറോയും യാങ്ങും കൂടി ഫുഡ് കഴിക്കാതിരിക്കുക. അപ്പോൾ കുറേ കൊഞ്ചാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അവരുടെ മുന്നിൽ. അപ്പോൾ യാങ് പറയുകയാണ്, എനിക്കിത് കഴിക്കാനൊന്നും അറിയത്തില്ല, എങ്ങനെ കഴിക്കുന്നതെന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കാം. അപ്പോൾ ഹീറോ പറയുവാണ്, ഹീറോയ്ക്ക് ഇത് അറിയത്തില്ലായിരുന്നല്ലോ ആദ്യം, പിന്നെ ഹീറോയിൻ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഹീറോയിനല്ലേ പഠിപ്പിച്ചു കൊടുത്തത് അന്നൊരു ദിവസം. അപ്പോൾ അതയച്ചിട്ട് ഹീറോയിൻ എന്ത് പറഞ്ഞു കാണും, നമ്മൾ കൊഞ്ചിൻ്റെ തല തിന്നരുത്, ശരീരഭാഗം വേണം തിന്നാൻ, തലയിലാണ് എന്തിരിക്കുന്നത്, ഷിറ്റ് ഫുള്ള് അതിൻ്റെ ഇരിക്കുന്നത്, അതുകൊണ്ട് അത് കഴിക്കണ്ട, ശരീരം തിന്നുന്നതാണ്, മീൻസ് ബാക്കി ബാലൻസ് ബോഡി കഴിക്കുന്നതല്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലയിങ്ങും പറിച്ചെടുത്തിട്ട് തല ആർക്ക് കൊടുക്കും, യാങ്ങിൻ്റെ അടുത്ത് തിന്നോക്കാൻ പറയും. അപ്പോൾ യാങ് ചോദിക്കും, നീ എന്ത് തല എനിക്ക് തന്നിട്ട് മറ്റേ ശരീരം ബാക്കി ബോഡിയെല്ലാം നീ എടുത്ത് തിന്നുന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോ പറയും, അല്ല ഞാൻ വിചാരിച്ചു ഞാനല്ല ഇപ്പം നിനക്ക് ട്രീറ്റ് തന്നെ, അപ്പോൾ നീ ഇച്ചിരി നല്ല സാധനം കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് തല നിനക്ക് തന്നെയെന്ന് യാങ്ങിൻ്റെ അടുത്ത് പറയും. പാവം നമ്മുടെ യാങ്ങും അതങ്ങ് ആസ്വദിച്ച് തിന്നുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ്, അതേസമയം നമ്മുടെ ഹീറോ വന്ന് യാങ്ങിൻ്റെ അടുത്ത് പറയാണ്, നമ്മുടെ ആര് വന്നിട്ടുണ്ട്, ലിൻ രാജകുമാരി വന്നിട്ടുണ്ട്. അപ്പോൾ യാങ് വേഗം തന്നെ അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ ലിൻ രാജകുമാരിയെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് ലിൻ രാജകുമാരി ഉറങ്ങിക്കൊണ്ടിരിക്കാം. അപ്പോൾ യാങ് വരുന്ന സമയത്ത് അവൾ കരഞ്ഞ് അവനെ ഹഗ് ചെയ്തിട്ടൊക്കെ പറയുവാണ്, നമ്മുടെ അച്ഛൻ മരിച്ചു പോയതിന് ശേഷം എന്തുവാണ് ചേട്ടന്മാർ ഭയങ്കര വിഷയമായ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ യാങ് പറയുവാണ്, യാങ്ങിൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുവാണ്, സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ഇവിടുത്തെ മൂഷി രാജാവ് രണ്ടാളെന്ന് ചോദിക്കുമ്പോൾ യാങ് പറയണ, അല്ല അവർ രണ്ടുപേരും ഒരാളാണ്. അപ്പോൾ നമ്മുടെ ലിൻ രാജകുമാരി ഭയങ്കരമായിട്ട് എന്തോ മനസ്സിലാലോചിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ യാങ് ചോദിക്കും, നീ എന്തിനാ ചിരിക്കുന്നതെന്ന്. അപ്പോൾ അവളതൊക്കെ മറച്ച പോലെ അങ്ങ് കാണിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ്,
ഇപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ, പാലസിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നുകൊണ്ട് ഹീറോയും വന്ന് ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെയും അതുപോലെ തന്നെ മൂത്ത ചേട്ടൻ്റെ എല്ലാ ഫാമിലീസിനെ എല്ലാം അവളെന്താ രക്ഷപ്പെടുത്തി. മീൻസ് അവരുടെ ഒരു തടങ്കലിലല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത് ജനറലിനെ. അവളൊന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഇവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ എന്താണ് നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മതി, എനിക്ക് നിങ്ങൾ അച്ഛൻ തന്നെയാണ്, എനിക്ക് നിങ്ങൾ ചേട്ടന്മാർ തന്നെയാണ്, അതിലൊരു ഡിഫറൻസ് വരാൻ പോകുന്നത് കൊണ്ട് കുറേ ഗോൾഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മുടെ ഹീറോയും പറയാം. അപ്പോൾ തന്നെ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ പോയിട്ട് നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വിടുക. മാത്രമല്ല സെക്കൻഡ് ബ്രദർ എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് ഫാമിലി ഒന്നുമില്ല, രണ്ടാമത്തെ ചേട്ടന്. അപ്പോൾ അവൻ വന്ന് നമ്മുടെ ഹീറോയിനെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാം. അപ്പോൾ ബാക്കിയുള്ളവർ പറയാണ്, ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഓടി വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ വന്ന് ടാനിനെ ഇവരെന്താ പറയുന്നത് ജയിലിൽ നിന്ന് പുറത്താക്കിയാണ്. ജനറൽ ഇപ്പോൾ ജയിലിലായില്ലേ, അപ്പം പിന്നെ അവൻ്റെ ഒരു നിന്ന് ഫുൾ കൺട്രോൾ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലാണ്. അപ്പോൾ ടാനിനെ ജയിലിൽ നിന്നൊക്കെ പുറത്താക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആര് വരികയാണ്, ഹീറോയിൻ്റെ പെങ്ങൾ വരിക. അപ്പോൾ അവളുടെ ആഗ്രഹം വെച്ചാൽ അവൾ കാരണമല്ലേ ഇവൻ്റെ കണ്ണ് പോയത്, അപ്പോൾ അത് ശരിയാക്കണം. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂഷി രാജ്യത്തിലെ രാജാവിൻ്റെ ആ വയസ്സായ അസിസ്റ്റൻ്റ് ഇല്ലയോ, മീൻസ് നമ്മുടെ ഹീറോയിൻ്റെ അസിസ്റ്റൻറ്റ്, അയാളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു അപ്പൂപ്പൻ പോലെ ഒരാളില്ലേ അയാൾ. അപ്പോൾ അയാൾ ഇങ്ങനെ കണ്ണും വായൊക്കെ കിട്ടുമ്പോൾ ചോദിക്കുന്നതിന് വാ കെട്ടുന്ന കണ്ണ് മാത്രം കിട്ടിയാൽ പോരെയും ചോദിക്കും. അപ്പോൾ അയാൾ പറയും, അല്ല എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പന്മാർ തൊട്ട് അവർ ഫിസിഷ്യൻസ് ആയിരുന്നു, അപ്പോൾ ആ ഒരു കഴിവ് എനിക്കും കിട്ടിയിട്ടുണ്ട്, നീ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്ക്, ഞാൻ ഈ കണ്ണ് എന്തായാലും ശരിയാക്കി എന്നൊക്കെ ഹീറോയിൻ്റെ പെങ്ങൾക്ക് ആര് വാക്ക് കൊടുക്കുകയാണ്, മൂഷി രാജാവിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ അപ്പൂപ്പൻ വാക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ യുൻ രാജകുമാരിക്ക് ആരെ ഇഷ്ടമാണ്, നമ്മുടെ രണ്ടാമത്തെ ചേട്ടന് ഇഷ്ടമില്ലേ. അപ്പോൾ അയാളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൊഞ്ചാനൊക്കെ നിൽക്കുന്ന സമയത്ത് രണ്ടാമത്തെ ചേട്ടൻ വന്ന് എന്ത് ചെയ്യാണ്, രണ്ടാമത്തെ ചേട്ടൻ വന്ന് എന്താ പറയുന്നത്, അയാൾ എന്തോ മയങ്ങി വീഴുന്ന പോലെയും എന്താ പറയുന്നത് ചാവാൻ പോകുന്ന കണക്കൊക്കെ കാണിച്ചിട്ട് അവളെ അവിടെ നിന്ന് ഓടിപ്പിച്ച് വിടുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ തീർന്നു. ഇനിയിപ്പോൾ ഹീറോയിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളാണല്ലോ രാജാവ്. ആ കാര്യം എങ്ങനെയെങ്കിലും ഹീറോയിൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്യണം. അത് പല രീതിക്ക് അവളങ്ങ് ട്രൈ ചെയ്യുക. ആ ടൈമിൽ നമ്മുടെ യാങ് കയറി വരുവാണ്. യാങ് കയറി വരുന്ന സമയത്ത് യാങ് ചോദിക്കണം, അതെന്താ നമ്മുടെ ഹീറോയുടെ മുന്നിൽ എങ്ങനെ പോയിട്ട് നീ രാജാവാന്ന് പറയണമെന്നല്ലേ നീ കിടന്ന് പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, എനിക്കതെങ്ങനെ മനസ്സിലായി? അപ്പോൾ യാങ് പറയും, നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് വന്ന് ജനറലിൻ്റെ കാര്യമായിരുന്നു, അത് സോൾവ് ആയി. പിന്നെയുള്ള ആകെ ഒരു പ്രശ്നം ഈ ഒരു കാര്യമല്ലേ, അപ്പോൾ അത് തന്നെയായിരിക്കും നീ ആലോചിക്കുന്നു പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, നീ നന്നായി മനസ്സ് വായിക്കുന്നു. അത് യാങ് പറയും, ഞാൻ ഇവിടുന്ന് പോവാണ്, എന്താ പറയുന്നത്, ഞാൻ ലിൻ രാജകുമാരിയും കൂട്ടി ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ഹീറോയിനും നല്ല സാഡാവും, അതുപോലെ തന്നെ നമ്മുടെ യാങ്ങിന് നല്ല സാഡാവും. പക്ഷെ അവന് പോയല്ലേ പറ്റും, കാരണം നമ്മുടെ ഹീറോയിൻ്റെ സേഫ്റ്റി അല്ലേ അവനും വലുത്. അപ്പോൾ അവൻ പോവാന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ബായൊക്കെ പറഞ്ഞിട്ട് അവൻ പോകാം. അത് കഴിഞ്ഞ് യാങ് നമ്മുടെ ഹീറോയിനെ കാണാൻ വരിക. അപ്പോൾ ഹീറോയിനെ കാണാൻ വന്നിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ ഹീറോ ചോദിക്കും, നിനക്ക് ഇച്ചിരി കൂടി ദിവസം നിന്നിട്ട് പോയാൽ പോരെയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ യാങ് ഒരു കാര്യം പറയും, ശരിയാണ്, നമ്മുടെ ലിൻ രാജകുമാരി വന്ന് ഇവിടെ ഒരു പാവം പോലെ നിന്നാലും ചിലപ്പോൾ അവൾക്ക് എന്തോ ഒരു തെറ്റായിട്ടുള്ള ഉദ്ദേശമുണ്ടെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, അതുകൊണ്ട് അവളെ കൂടുതൽ കാലം നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ ദോഷമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതെന്നും. അപ്പോൾ ഹീറോയിൻ ഇപ്പോഴേ പോകണോ, അവൾക്ക് വയ്യല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ യാങ് ചോദിക്കും, അല്ല മറ്റേത് ഞാൻ പോകണം എന്നായിരുന്നല്ലേ, ഇപ്പോൾ പോകണം എന്നായപ്പോൾ എന്തോ ഇങ്ങനെ പറഞ്ഞാൽ എന്നാൽ ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് ചോദിക്കും. അപ്പോൾ ഹീറോ പറയും, വേണ്ട പൊക്കോ. പക്ഷെ പോകുന്നതിന് മുമ്പ് യാങ് ഒരു കാര്യം കൂടി പറയും. എന്താണ്, നമ്മുടെ ഹീറോയിനെ പറ്റി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഭാവിയിൽ അവളിപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, വേറെ ആരെങ്കിലും ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ പോലും അവൾ ഉപേക്ഷിക്കരുത്, അവളെപ്പോഴും നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമേ അവൾ ചിന്തിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടൊക്കെ നമ്മൾ യാങ് പോകും. അത് കഴിഞ്ഞ് ഹീറോ തിരിയുന്ന സമയത്ത് അവിടെയുള്ള 2 സെർവൻസ് നിന്ന് സംസാരിക്കുന്ന കാണും. ഒരു ചെറുക്കനും പിന്നെ ചെറുക്കൻ്റെ വേഷം മാറിയിട്ടുള്ളൊരു പെണ്ണും. അവർ സംസാരിക്കുന്നതാണ്. ആ ചെറുക്കൻ പറയുവാണ്, ആ സെർവൻറ്റ് ചെറുക്കൻ പറയുവാണ് ആ പെണ്ണിൻ്റെ അടുത്ത്, എന്താണ് നീ ചെറുപ്പം തൊട്ട് ആൺവേഷം കെട്ടി നടന്നുകൊണ്ട് എന്താ പറയുന്നത്, നീ അങ്ങനെ ഒരു ലൈഫിന് നീ ഓക്കെ ആയിരിക്കാം, പക്ഷേ എങ്കിൽ നമ്മുടെ പ്രണയം നിന്നെ ഇങ്ങനെ അങ്ങനെയാണെന്നും പറഞ്ഞ് നിന്നെ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് ഒരു കാര്യം ക്ലിക്കാവും. ചെറുപ്പം തൊട്ട് ആൺവേഷം, നിന്നെ കാണുമ്പോഴും നിന്നെ കാണുമ്പോഴും നീ ആൺവേഷത്തിലായിരുന്നു എന്നൊക്കെ ആ സെർവൻറ്റ് പറഞ്ഞു. അപ്പോൾ ഹീറോ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ, ഹീറോയിനെ ആദ്യം കണ്ടതും ഹീറോയിൻ ഒരിക്കൽ അവളാണ് മൂഷിരാജിലെ രാജാവ് എന്ന് പറഞ്ഞതും അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിന് ഹീറോയ്ക്ക് അന്ന് നമ്മുടെ എന്താ പറയുക ടാനെ ജയിലിലടച്ച സമയത്ത് പറഞ്ഞു കാണുമല്ലോ, ഞാനാണ് ഒരു പക്ഷേ മൂഷിരാജ്യത്തിലെ രാജാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യുന്നൊക്കെ. ഇതെല്ലാം കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവും ആരാണ്, നമ്മുടെ ഹീറോയിനാണ് മൂഷിരാജിലെ രാജാവ്. എന്നിട്ട് ഹീറോ വന്ന് വേഗം ഹീറോയിനെ കാണാൻ പോകാം. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അവൾ പറയണം, ഹീറോയിനോട് സംസാരിക്കുന്നവർ പറയണം,
നിങ്ങൾ ഇത്രയും കാലം വെറുത്തിരുന്ന ആ വ്യക്തി ആ വ്യക്തിയും അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛനെ സത്യം ചെയ്ത് കൊടുത്ത ആ വ്യക്തിയുമായിട്ടുള്ള മൂഷി രാജ്യത്തിലെ രാജാവ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഹീറോ ബാക്ക് നിന്നിട്ട് അത് നീയാണല്ലേ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയും വന്ന് എന്താ പറയുക ഞെട്ടിത്തിരിച്ച് നോക്കുക. ഹീറോയും ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞ് ഹീറോയിനെ നോക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നാളെ എന്ത് സംഭവിക്കും, ഹീറോയിനും ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡിൽ ഇതിൻ്റെ ബാലൻസ് കാര്യം വരയ്ക്കും. ബൈ ബൈ.